ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കെമിസ്ട്രി എക്സാം റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. എക്സാം ഈസി ആയിരുന്നു ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ +1 എത്തിയതിന് ശേഷം ബുദ്ധിമുട്ടുള്ള എക്സാംസ്, അതും പ്രത്യേകിച്ച് മാത്സ്, അതൊക്കെ മാർക്സ് കണ്ടിട്ടും എഴുതിയിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പോൾ തുടക്കത്തിലൊക്കെ കരയായിരുന്നു. ഇപ്പോൾ കരച്ചിലൊന്നും വരുന്നില്ല. ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ കെമിസ്ട്രി എനിക്ക് ടഫായിട്ടാണ് തോന്നിയത്. പറഞ്ഞ മോഡൽ എക്സാമിന് നല്ല ഈസിയുള്ള പേപ്പറാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചോ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനത്തെ പേപ്പർ കിട്ടിയാൽ മതിയെന്ന്. നല്ല സിമ്പിൾ പേപ്പറാണ്, പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ടഫർ ആയിരുന്നു. ചിലതൊക്കെ ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ ഞാനത് ഇൻഡിറക്റ്റായി ചിന്തിച്ചിട്ട് തെറ്റിയ ആൻസർ എഴുതി. ടെമ്പറേച്ചർ തന്നിട്ട് എന്താ പറയുക, എന്തിനെ തന്നിട്ടുണ്ട്, ഞാൻ വേറെ ടെമ്പറേച്ചർ എടുത്തിട്ട് എഴുതുക, അങ്ങനത്തെ പണി ഒപ്പിച്ചു. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഞാൻ വല്ലാതെ ചിന്തിച്ച് കൂട്ടിയിട്ട് തെറ്റായ ആൻസർ എഴുതി. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി ചോദിച്ചാൽ ഞാൻ ഒരു മാർക്കില്ല. പറഞ്ഞ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഞാൻ ഫുൾ എഴുതി. വേറെ ഒന്നും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയില്ല. എനിക്ക് ശരിക്കും ടൈം തികയണില്ല. അങ്ങനെ നമ്മൾ ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യനിൽ അവിടെ ഇങ്ങനെ ചിന്തിച്ച് സമയം പോവാണ്. അപ്പോൾ ഞാൻ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആകെ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടില്ല. വേറെ ഒന്നും എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. 10th ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമാധാനമില്ല ഇവിടെ. അപ്പോൾ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടെന്നും മനസ്സിലായി. അപ്പോൾ ഒരു സമാധാനം. ഒരെണ്ണമല്ലേ, ഇപ്പോൾ ഞാൻ 5 എഴുതിയിട്ടുണ്ടല്ലോ എന്നൊരു സമാധാനം. അപ്പോൾ ഒരെണ്ണം തെറ്റിയാലും ബാക്കി 4 വേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, ലിമിറ്റിംഗ് റീജിയൻ ഇൻ ദ റിയാക്ഷൻ, അതല്ലേ അത് ഞാൻ ബി ആണ് എഴുതിയത്. ഞാൻ പറയുന്ന ആൻസേഴ്സ് ഞാൻ ചിലതിനൊക്കെ പറയുന്നുള്ളൂ, ശരിയായിക്കോണമെന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വൺ ബി ആണ് എഴുതിയത്. പിന്നെ സെക്കൻഡ് വൺ ക്ലോറിൻ ആണ് എഴുതിയത്. ഗെയിൻ 1 മോൾ മോർ റെഡിലി ക്ലോറിൻ ആണ്. പിന്നെ തേർഡ് വൺ എഴുതി, അത് ഞാൻ പൊട്ടത്തരാണ് എഴുതിയത്. ഞാൻ ബി ആണ് എഴുതിയത്, പക്ഷെ എല്ലാവരും പറയുന്നത് എ ആണെന്നാണ്. അപ്പോൾ അത് ഞാൻ തെറ്റിച്ചു. പിന്നെ അത് കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O ഈസ് ഞാൻ OH- ആണ് എഴുതിയത്. OH- ആണ് എഴുതിയത്. പിന്നെ ഹൗ മെനി സിഗ്മ ബോൺസ് ആർ പ്രസന്റ് ഇൻ അത് 5ാമത്തെ ക്വസ്റ്റിന്. അത് ഞാൻ 10 സിഗ്മ ബോൺസ് എന്നാണ് എഴുതിയത്. 10 സിഗ്മ ബോൺസ്. അപ്പോൾ അതിലത്തെ 1, 2, 4, 5 എൻ്റെ കറക്റ്റായി, 3 തെറ്റി. പക്ഷേ എന്നാലും ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പിന്നെന്താ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ്. അത് ഞാൻ ചെയ്തു. പിന്നെ 7th ക്വസ്റ്റ്യൻ, ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല കേട്ടോ. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ അത് എനിക്ക് കൺഫ്യൂഷൻ വന്നു. ഓവർലാപ്പിൻ്റെ ആണോ വരയ്ക്കേണ്ടത് അതോ ആ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ആണോ വരയ്ക്കേണ്ടത്, എനിക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്തില്ല. പിന്നെ 9th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ഞാൻ ചെയ്തു. അത് ഞാൻ ലൈറ്റായിട്ട് ഇവിടെ ആൻസേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റായിട്ട് കേട്ടോ. പക്ഷേ ഒന്നിട്ടോ മാഞ്ഞു അതിലത്തെ. ഇപ്പോൾ ഇതിലത്തെ എന്താ, CH4sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതിനെയാണോ എഴുതി, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഭാഗത്തൊരു വെട്ടിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് വെട്ടിട്ടത് കോമ്പിനേഷൻ വരാത്തതിനാണ് ഞാൻ വെട്ടിട്ടത്. അപ്പോൾ തെറ്റിയോന്നൊരു ഡൗട്ട്. PCl5 ഞാൻ എന്താണ് sp3d ഹൈബ്രിഡൈസ്ഡ് ആണ്. പിന്നെ BeF2 sp ഹൈബ്രിഡൈസ്ഡ് ആണ്. SF6 sp3d2 ഹൈബ്രിഡൈസ്ഡ് ആണ്. CH4ൻ്റെ കറക്റ്റ് ആൻസർ sp3 ആണ്. അതല്ല എഴുതിയത് തോന്നുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒരു വെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട്, എനിക്ക് അറിയില്ല ഞാൻ എഴുതിയോ ഇല്ലയോ എന്ന്. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി. ഇപ്പോൾ എനിക്ക് അറിയായിരുന്നു ഇത് എന്ത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന്. പിന്നെ 10th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഞാൻ എഴുതിയത് എൻതാൽപ്പിയും ഫ്രീ എനർജിയും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നും ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷൻ ആണെന്നാണ്. പിന്നെ വാട്ടർ ബഫർ സൊല്യൂഷൻസും ഗീവ് ആൻ എക്സാമ്പിൾ അത് എഴുതി. പിന്നെ അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ. അത് ഞാൻ ആദ്യം ഇൻക്രീസിങ് ഓർഡർ അല്ലേ, അപ്പോൾ ചെറുതുനിന്ന് വലുതിലേക്ക്. അപ്പോൾ ഞാൻ ക്ലോറിൻ എഴുതി ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് NaClO എഴുതി. പിന്നെ തേർഡ് ClO2 എഴുതി. പിന്നെ ഫോർത്ത് KClO2 എഴുതി. പിന്നെ 3ാമത്തെ IUPAC നെയിംസ് ഞാൻ എഴുതി. അത് ഏതൊന്ന് തെറ്റിയോ എന്നൊരു ഡൗട്ട്, എനിക്ക് അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. ഞാൻ എടുത്ത ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ്, കെമിക്കൽ ബോണ്ടിങ്, അത് ശരിക്കും ഞാൻ പഠിച്ചത് ഈ സ്റ്റഡി ലീവിനാണ്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സ് പുതിയതായി പഠിക്കുന്ന ഈ സ്റ്റഡി ലീവിലാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഓർമ്മയൊന്നും കിട്ടാത്തത്. അപ്പോൾ IUPAC നെയിമിൽ ഞാൻ ഒരെണ്ണത്തിന് ഞാൻ പ്രൊപ്പനോണും ഒരെണ്ണത്തിന് പ്രൊപ്പനാലും ആണ് എഴുതിയത്. ഏതിനാണ് എഴുതിയെന്നറിയില്ല, കൺഫ്യൂഷനായി. CHO പ്രൊപ്പനാലും CH3CO CH3 പ്രൊപ്പനോണും എന്നാണ് എഴുതിയത്. ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, ആൻസർക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഹൈഡ്രോ കാർബൺസ് ഞാൻ ശരിക്കും പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നത്, എനിക്ക് കണ്ടെന്ന് പോയി. ഹൈഡ്രോ കാർബൺസ് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തു, വീഡിയോ ഒക്കെ കണ്ടു, ഓൾമോസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. പക്ഷെ പഠിക്കാൻ സമയം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവറോൾ ഞാൻ വീടിന് ലാസ്റ്റ് ഇറങ്ങാൻ സമയം ജസ്റ്റ് നോക്കിയതാണ്. ആ ഓർമ്മയിൽ ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചിലതൊക്കെ തെറ്റിച്ചു, ചിലതൊന്നും ഒന്നും ഓർമ്മ വന്നില്ല, ചിലതൊക്കെ ഇന്ന് ചെയ്തു.
അങ്ങനെയാണ്. കണ്ടിട്ടോ ഞാൻ ചെയ്ത് പഠിച്ചിട്ടൊന്നുമല്ല, വായിച്ചിട്ടോ ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല, കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ എഴുതിയത് ഹൈഡ്രോ കാർബൺസിലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ പ്രൊപ്പീൻ അണ്ടർഗോസ് ഓസോണലൈസിസ് കിട്ടില്ല, ഓസോണലൈസിസ്. അപ്പോൾ എനിക്കത് എന്താണ് ഇത്തനാലും മെത്തനാലാണ് കിട്ടിയത്. ഞാൻ ഇത്തനാലും മെത്തനാലും അങ്ങനെ എഴുതി വെച്ചു. പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്, അത് ഞാൻ ഫസ്റ്റ് വൺ എഴുതി. സെക്കൻഡ് വൺ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയത് ശരിയായി തോന്നുന്നുള്ളൂ, എനിക്കറിയില്ല. പിന്നെ 16th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തില്ല. 17th ക്വസ്റ്റ്യൻ എന്താണ് അത് ഞാൻ ചെയ്തു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2S 2P എഴുതണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിലത്തെ 2P മാത്രമേ എഴുതിയുള്ളൂ, 2S കൂടെ എഴുതണം എന്നാണ് പറയണത്. പിന്നെ 18th ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഡീവിയേഷൻ, ഈ ഗ്രാഫ് കണ്ടിട്ട് ഓർഗനൈസേഷൻ എന്താൽപ്പിയിൽ ജനറൽ ട്രെൻഡ് അത് കണ്ടുപിടിക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ അതും എഴുതി. പിന്നെ 19th ക്വസ്റ്റ്യൻ ഡിഫൈൻ കോവലന്റ് റേഡിയസും അതും ഞാൻ എഴുതി. 19th ഫസ്റ്റും സെക്കൻഡും എഴുതി. പിന്നെ 21st ക്വസ്റ്റ്യൻ ആണ് ഞാൻ തെറ്റിച്ചു പറഞ്ഞത്. ടെമ്പറേച്ചർ ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്ത് എഴുതിയത്, പക്ഷെ ഇക്വേഷനെങ്കിലും മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ 22th ക്വസ്റ്റ്യൻ ഓൺ ലീ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻക്രീസ് ഇല്ല എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് ഇനിയും അമോണിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞാൻ എന്താ ഇൻക്രീസ് ദ പ്രഷറും ഡിക്രീസ് ദ ടെമ്പറേച്ചറും അങ്ങനെ എന്താണ് എഴുതിയത്. പിന്നെ വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് നോ എഫക്റ്റ് എന്നാണ് ഞാൻ എഴുതിയത്. ഇക്വിലിബ്രിയം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഞാൻ എഴുതിയത്. പിന്നെ എന്താണ് 23rd ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ധൃതി കൂട്ടിയിട്ട് എഴുതിയതാട്ടോ. എനിക്ക് എന്തോ ഒരു പന്നികേട് തോന്നി ഓക്സിഡേഷൻ കണ്ടിട്ട്, അപ്പോൾ എനിക്ക് അറിയില്ല ശരിയാണ്, തെറ്റായിരിക്കും മിക്കവാറും. പിന്നെ എക്സ്പ്ലെയിൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് 24th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഇലക്ട്രോമെഗ്നറ്റിക് എഫക്റ്റ് അത് എഴുതി. പിന്നെ സെക്കൻഡ് വൺ ഞാൻ എഴുതി, അത് തെറ്റാണ്, ഇൻഡക്റ്റീവ് ആണെന്നാണ് പറയുന്നത്, ഞാൻ ഇലക്ട്രോമെഗ്നറ്റിക് എന്നാണ് എഴുതിയത്. പിന്നെ ഡ്രോ ന്യൂമൻസ് പ്രൊഡക്ഷൻ ഫോർ ദ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗർ കൺഫർമേഷൻ ഓഫ് ഈഥൻ അത് ഞാൻ ചെയ്തു. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടാട്ടോ ചെയ്തത്. പിന്നെ ഞാൻ 26th ചെയ്തിട്ടില്ല. ഇത് ഏതോ ഒന്ന് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കിപ്പോൾ മനസ്സിലാവില്ല. ഞാനത് A എഴുതി തോന്നുന്നു, B എഴുതിയില്ല, അങ്ങനെ എന്തോ ചെയ്ത് തോന്നുന്നു. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ അതന്നെ 3 മാർക്കിന് എന്തോ ഒരു തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആൻസർ എഴുതണം വിചാരിച്ചു. ഞാൻ 3 മാർക്കാണ് ഞാൻ ലാസ്റ്റ് നിർത്തിയത്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ അല്ല, അതിൽ ഇത്ര എണ്ണം ചോദിച്ചിട്ടുണ്ടല്ലോ, 8 എണ്ണം ചോദിക്കണതിൽ ഒരെണ്ണം കൂടെ എഴുതാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എഴുതാൻ സമയം കിട്ടാഞ്ഞിട്ട് എനിക്ക് അറിയാഞ്ഞിട്ട് ഞാൻ ലാസ്റ്റേക്ക് വെച്ചു. എന്നിട്ട് അത് എഴുതിയോന്ന് കംപ്ലീറ്റ് ചെയ്തോന്ന് അറിയില്ല. ഞാൻ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൻസർ. ഞാൻ ആദ്യം ഇതിൽ ചെയ്ത് നോക്കിയിട്ടാണ് എൻ്റെ മറ്റേത് ചെയ്തത് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ 27th ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റും സിഗ്നിഫിക്കൻസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 എണ്ണം എഴുതി. സ്റ്റേറ്റ്മെൻറ്റ് അറിയാലോ, സിഗ്നിഫിക്കൻസ് ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സിഗ്നിഫിക്കൻറ്റ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ആണ്, ഇറ്റ്സ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫോർ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് ആണ് വേണമെങ്കിൽ എഴുതിയാൽ മതി. സിഗ്നിഫിക്കൻറ്റ് ഓൺലി ഫോർ ദ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ്, അതാണ് സിഗ്നിഫിക്കൻസ്. പിന്നെ 27th സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ശരിയാണ് ആൻസർ എന്ന് അറിയില്ല, ന്യൂമറിക്കലാണല്ലോ. പിന്നെ 29th ക്വസ്റ്റ്യൻ ഹെസസ് ലോ അത് ചെയ്തിട്ടുണ്ട്. ബോൺ-ഹേബർ സൈക്കിൾ ഫോർ അത് NAC ചെയ്തിട്ടുണ്ട്. പിന്നെ 30th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻ ബൈ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ഗീവൻ എക്സാമ്പിൾ അത് ചെയ്തു. പിന്നെ എക്സാമിൽ എഴുതിയ തെറ്റിയൊന്നൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ CAOൻ്റെ എന്തൊക്കെയാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് വൺ ദ വാല്യൂ ഓഫ് KC ഫോർ ദ റിയാക്ഷൻ ഞാൻ തെറ്റിച്ചു. കുറേയൊക്കെ പകുതി ലോജിക്ക് പ്രകാരം അങ്ങനെ ശരിയായി വന്നതായിരുന്നു, പിന്നെ അവസാനം തെറ്റിച്ചു. പിന്നെ 31st ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ സൾഫർ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ യൂസിങ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റാണ് ഞാൻ എഴുതി. അതെനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എഴുതിയത് ഒട്ടും തെറ്റാതെ എഴുതിയ ക്വസ്റ്റ്യൻ അതാണ്. മറ്റേതൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഹെയ്സൻബർഗ്സിൻ്റെ ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും B ക്വസ്റ്റ്യൻ തെറ്റോ എന്നൊക്കെ ഡൗട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ അത് മാത്രം ചോദിച്ചില്ല, അതിൽ ഫുൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എഴുതിയത്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അറിയാം ശരിയായിട്ട് ഞാൻ എഴുതിയത്. അപ്പോൾ ഞാൻ 3 മാർക്കിൻ്റെ എന്തോ ഒരു പണികരം കിട്ടും, എനിക്ക് മാർക്സ് ശരിക്ക് എന്തോ ഒരു തെറ്റുണ്ട്, 3 മാർക്സിലത്തെ ഒന്ന് വിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ലാസ്റ്റ് ഞാൻ അതാണ് എഴുതി നിർത്തിയത് ഈ സമയം കിട്ടാഞ്ഞിട്ട്. അപ്പോൾ കെമിസ്ട്രി എനിക്ക് ടഫ് തന്നെയായിരുന്നു. പിന്നെ ഞാനായിട്ട് എനിക്ക് ഒരു സങ്കടം എന്താ വെച്ചാൽ ഓൾറെഡി ടഫാണ്, എനിക്ക് കമ്പാരിറ്റീവ്ലി ടഫാണ് മോഡൽ വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും പൊട്ടത്തരം ചെയ്ത് വെച്ചുല്ലോ എന്നൊരു സങ്കടം. പിന്നെ കണ്ടുവരുന്ന ട്രെൻഡ് എന്താ വെച്ചാൽ മോഡൽ എക്സാം ഈസി ആക്കും, പിന്നെ നമ്മുടെ പബ്ലിക് എക്സാം അവർ കമ്പയർ ചെയ്യുമ്പോഴെങ്കിലും ടഫ് ആക്കുന്നതാണ് ഞാൻ കണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ഒന്നെങ്കിൽ നല്ല ഈസി ആയിരിക്കും, മറ്റേ നല്ല ടഫായിരിക്കും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇതിലത്തെ പബ്ലിക് എക്സാം ടഫായിരിക്കും, അങ്ങനെയാണ്. അപ്പം എനിക്ക് കെമിസ്ട്രി എക്സാം ടഫായിരുന്നു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. 10th ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അത് തെറ്റിയാലും മറ്റേത് കിട്ടുമെന്ന്. ഇതിപ്പോൾ എൻ്റെ ഉള്ളതും തെറ്റി, എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല, ഞാൻ അത്ര പ്രതീക്ഷിക്കണമില്ല.
അപ്പോൾ ഇനി അടുത്ത എക്സാം ബയോളജിയാണ്. ഇനി 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി അത് പഠിക്കണം. അതിലത്തെ ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ഇടയിൽ സ്റ്റഡി വ്ളോഗ് വേണമെന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഈ ബയോളജീൻ്റെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഇംഗ്ലീഷിൻ്റെ പിന്നെ ആർക്കും വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. ഫിസിക്സ് മിക്കവാറും പറ്റുന്നുണ്ടാവില്ല, എന്താ വെച്ചാൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ സ്റ്റഡി വ്ളോഗ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു.